ബറോസ്. സ്വപ്നത്തിലെ നിധികുംഭത്തിൽ നിന്ന് ഒരാൾ. ജീവിതത്തിലെ ഓരോ വളവ് തിരിവുകൾക്കും അതിൻ്റേതായ അർത്ഥമുണ്ട് എന്ന സത്യത്തിൽ എല്ലാ കാലത്തും ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ഈ സത്യത്തെ വിശ്വസിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഒരു സിനിമാ നടനാവാൻ ഒട്ടും മോഹിച്ചിട്ടില്ലാത്ത, ഒരാളുടെ അടുത്ത് പോലും ഒരു ചാൻസ് ചോദിച്ചിട്ടില്ലാത്ത ഞാൻ കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി ഒരു അഭിനേതാവായി ജീവിക്കുന്നു, അഭിനേതാവായി അറിയപ്പെടുന്നു. അതിൻ്റെ പേരിൽ പുരസ്കൃതനാകുന്നു. ആലോചിക്കും തോറും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണിത്. ആ അത്ഭുതത്തോടെ, ആകാംക്ഷയോടെയാണ് ഞാനിപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ വളവ് തിരിവുകളെയും നേരിടുന്നത്. വളവിനപ്പുറം എന്താണ് എന്നെ കാത്തു നിൽക്കുന്നത് എന്ന നിഗൂഢത എപ്പോഴും എന്നിലെ കലാകാരനെ ത്രസിപ്പിക്കുന്നു, തുടർന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. 4 പതിറ്റാണ്ടിലധികം നീണ്ട അഭിനയയാത്രയിൽ ഇതാ ഒരു ഷാർപ്പ് ടേണിനപ്പുറം ജീവിതം അത്ഭുതകരമായ ഒരു സാധ്യത എൻ്റെ മുന്നിൽ വച്ചിരിക്കുന്നു. അതെ, ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാലം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പകർന്നാടിയ ഞാൻ ക്യാമറയ്ക്ക് പിറകിലേക്ക് നീങ്ങുന്നു. വ്യൂ ഫൈൻഡറിലൂടെ കണ്ണിറക്കി നോക്കാൻ പോകുന്നു. ബറോസ് എന്നാണ് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര്. ഇതൊരു 3D സിനിമയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഈ സിനിമ ആസ്വദിക്കാം. കഥയുടെ മാന്ത്രിക പരവതാനിയേറി യാത്ര ചെയ്യാം. അത്ഭുത ദൃശ്യങ്ങൾ നുകരാം. അറബിക് കഥകൾ, വിസ്മയങ്ങൾ വിരിച്ചിട്ട നിങ്ങളുടെ മനസ്സുകളിൽ പോർച്ചുഗീസ് പശ്ചാത്തലത്തിൽ ബറോസിന്റെ തീർത്തും വ്യത്യസ്തമായ ഒരു ലോകം തീർക്കണം എന്നാണ് എന്റെ സ്വപ്നം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്തരമൊരു തീരുമാനം മുൻകൂട്ടി എടുത്തതല്ല. കലാസാക്ഷാത്കാരത്തിന്റെ വ്യത്യസ്ത തലങ്ങൾക്കായുള്ള നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ വന്ന് സംഭവിച്ചതാണ്. ഞാനും പ്രശസ്ത സംവിധായകനായ TK രാജീവ് കുമാറും കൂടി ഒരു 3D സ്റ്റേജ് ഷോ ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നു. കുറച്ച് കഥാപാത്രങ്ങൾ നടനെ അന്വേഷിച്ചു പോകുന്ന തരത്തിലായിരുന്നു അത് ഒരുക്കിയിരുന്നത്. ഈ സ്റ്റേജ് ഷോ ചെയ്യാനായി ഇന്ത്യയിലെ ആദ്യ 3D സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയെ ഞങ്ങൾ പോയി കണ്ടു. ജീനിയസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു. അതിന്റെ ചെലവുകൾ ഞങ്ങൾ കണക്കാക്കി. ഭീമമായ ഒരു തുക ആവശ്യമായി വരുമെന്ന് മനസ്സിലായി. വലിയ സാഹസങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരും, ജീവിതത്തിലായാലും കലയിലായാലും. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത്രയും ഭീമമായ ഒരു തുക എന്നത് പല കാരണങ്ങൾ കൊണ്ടും അപ്രാപ്യമായിരുന്നു. തൽക്കാലം ഞങ്ങൾ ആ പദ്ധതി മാറ്റിവെച്ചു. സൂക്ഷ്മാർത്ഥത്തിൽ നോക്കിയാൽ ജീവിതത്തിലെ ഒരു അധ്വാനവും പൂർണ്ണമായി പാഴാവുന്നില്ല. എന്തെങ്കിലും ഒരു ഉപഫലം അത് നൽകും. ജിജോയുമായുള്ള സംസാരത്തിൽ അദ്ദേഹം എഴുതിയ ഒരു ഇംഗ്ലീഷ് കഥയുടെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അത് ഒരു മിത്തായിരുന്നു, ഒരു മലബാർ തീരദേശ മിത്ത്. ബറോസ്, ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ. പോർച്ചുഗീസ് പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു നിഗൂഢ രചന. ഗാമയുടെ നിധി സൂക്ഷിക്കുന്ന ആളാണ് ബറോസ്. 400-ലധികം വർഷങ്ങളായി അയാൾ അത് കാത്തു സൂക്ഷിക്കുന്നു. യഥാർത്ഥ പിന്തുടർച്ചക്കാർ വന്നാൽ മാത്രമേ അയാൾ അത് കൈമാറുകയുള്ളൂ. ബറോസിന്റെ അടുത്തേക്ക് ഒരു കുട്ടി വരികയാണ്. അവർ തമ്മിലുള്ള ബന്ധവും അതിന്റെ രസങ്ങളുമാണ് കഥ. കഥ കേട്ടപ്പോൾ ഇത് സിനിമയാക്കിയാൽ നന്നാവുമല്ലോ എന്ന് തോന്നി. ആക്കാവുന്നതാണ് എന്ന് ജിജോ പറഞ്ഞു. അപ്പോൾ ആര് സംവിധാനം ചെയ്യും എന്ന അടുത്ത ചോദ്യം വന്നു. ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ വെമ്പുന്ന ഒരു മനസ്സാണ് എന്റേത്. നാം അതുവരെ കാണാത്ത, അറിയാത്ത ഒരു ഭൂവിഭാഗത്തിലൂടെ യാത്ര ചെയ്യുന്ന ആനന്ദം മനുഷ്യനെ എന്നും ഉന്മത്തനാക്കിയിട്ടുണ്ട്. ജിജോ ഈ കഥ പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിലെവിടെയോ മോഹത്തിന്റെ ഒരു മരം തളിരണിഞ്ഞു. അതിൽ പ്രചോദനത്തിന്റെ പൂക്കൾ നിറഞ്ഞു. ഒട്ടും മുൻ നിശ്ചയമില്ലാതെ ഞാൻ പറഞ്ഞുപോയി, ഈ സിനിമ ഞാൻ സംവിധാനം ചെയ്താലോ? അപ്പോൾ ജിജോ പറഞ്ഞു, ചെയ്യണം ലാലുമോൻ. എന്നെ അദ്ദേഹം അങ്ങനെയാണ് ആദ്യം മുതൽ വിളിക്കുന്നത്. നിങ്ങളൊക്കെ ഇനി പുതിയ മേഖലകളിലൂടെ സഞ്ചരിക്കണം. അവിടെ കൂടുതൽ അത്ഭുതങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അദ്ദേഹവുമായുള്ള എന്റെ പരിചയം എത്രയോ വർഷങ്ങൾ നീണ്ടതാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ തുടങ്ങുന്നു അത്. ഇന്ത്യയിൽ 3D സിനിമയെക്കുറിച്ച് ആരും ആലോചിക്കാത്ത കാലത്ത് മലയാളത്തിന്റെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ജിജോ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സൃഷ്ടിച്ചപ്പോൾ ഞങ്ങളുടെ തലമുറ അത്ഭുതത്തോടെ
ഈ മനുഷ്യനെ നോക്കി നിന്നു. സെല്ലുലോയിഡിൽ ജീനിയസിന്റെ മുദ്ര പതിയുന്നത് കണ്ടു, അനുഭവിച്ചു. സിനിമയിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങി അജ്ഞാതമായ മറ്റേതോ നിശബ്ദതയിലേക്ക് മറഞ്ഞപ്പോഴും അതേ അത്ഭുതം എന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊരു അത്ഭുതമായി അദ്ദേഹം എന്റെ മുന്നിലിരിക്കുന്നു, ഒരു കലാകാരന്റെ മനസ്സ് ഒരിക്കലും നിലയ്ക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്. ഗോവയിലായിരിക്കും ഈ സിനിമ ചിത്രീകരിക്കുക. അതിനുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഒരുപാട് വിദേശ അഭിനേതാക്കൾ വേണം, പ്രത്യേകിച്ച് ആ കുട്ടി. ഇതിനു വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ബറോസ് ഒരു തുടർ സിനിമയായിട്ടായിരിക്കും സൃഷ്ടിക്കപ്പെടുക. എനിക്ക് ഒരു ലോക സിനിമ ചെയ്യാനാണിഷ്ടം എന്ന ജിജോയുടെ സ്വപ്നത്തിന്റെ തുടക്കമാണ് ഈ സിനിമ. ഈ സിനിമയിൽ ബറോസായി അഭിനയിക്കുന്നതും ഞാൻ തന്നെ. വീണ്ടും ഒരിക്കൽ നവോദയ കുടുംബവുമായി ബന്ധപ്പെടുന്നതിന്റെ ആനന്ദവും ഞാനിപ്പോൾ അനുഭവിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബ സംഗമമാണിത്. എത്രയെത്ര മനുഷ്യരും അവരുടെ സ്നേഹവും അവിടെ ഇപ്പോഴുമുണ്ട് എനിക്ക് തിരിച്ചു പിടിക്കാനായി, പുതുക്കാനായി. എന്റെ മനസ്സ് ഇപ്പോൾ ബറോസിന്റെ ലഹരിയിലാണ്. ഒരുപാട് ദൂരങ്ങൾ താണ്ടാനുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സംവിധാനം എന്ന കിരീടത്തിന്റെ ഭാരം എനിക്ക് നന്നായിട്ടറിയാം. എത്ര കാലമായി ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്റെ ശിരസിലും ആ ഭാരം അമരുന്നു. അതിന്റെ കനം കുറേശ്ശെ ഞാൻ അറിഞ്ഞു തുടങ്ങുന്നു. എന്റെ രാവുകൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു. ഈ അസ്വസ്ഥതകളിൽ നിന്നും ബറോസ് പുറത്തുവരും. കയ്യിലൊരു നിധി കുംഭവുമായി. അയാൾക്ക് മുന്നിൽ നക്ഷത്ര കണ്ണുള്ള ഒരു കുട്ടിയുണ്ടാവും. അവരുടെ കളിച്ചിരികളുണ്ടാവും, വിസ്മയസഞ്ചാരങ്ങളുണ്ടാവും. ആ വിശേഷങ്ങൾ ഞാൻ വഴിയേ പറയാം. സ്റ്റേ വിത്ത് മീ. സ്നേഹപൂർവ്വം, മോഹൻലാൽ.